കൂട്ടുകാരെ, ഇന്നാണെങ്കിൽ ഒരു ബലി ഡേ ആണ്. എന്റെ അമ്മയുടെ അച്ഛൻ മരിച്ചിട്ട് 6 വർഷമായി ഗൈസ്. എന്റെ അപ്പൂപ്പനാണ് കേട്ടോ. അപ്പൊ ആള് പണ്ട് കാലത്ത് ഒരു ജഗജില്ലാടിയായിരുന്നു. അപ്പൊ അപ്പൂപ്പന് ബലിയിടാൻ വേണ്ടി ഞാനും അമ്മയും കൂടി തിരുവല്ല ക്ഷേത്രത്തിലാണ് പോയിരിക്കുന്നത്. അമ്മ ദാ അവിടെ ഇരുന്ന് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുറെ നേരം ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഈ മണ്ഡപത്തിനകത്ത് കുറെ ബലിയുണ്ട് ഗൈസ്. അതിന്റെ ആൾക്കാരും ഈ ഡേ ആയിരിക്കും മരിച്ചത്. അപ്പൊ ഞാൻ കുറെ നേരം കാത്തിരുന്ന് ബോറടിച്ചുകൊണ്ട് പിന്നെ അവിടെ ഫ്രീ ആയിട്ട് കഞ്ഞി കൊടുക്കും ഗൈസ്. ഓടിപ്പോയി ഞാൻ കഞ്ഞി കുടിക്കാൻ പോയി. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ കഞ്ഞിയും ഉടച്ചേറിയും. പക്ഷെ ഇന്ന് എന്തോ അത്ര പക്കയായില്ല. കാണും അരി കുറച്ചും കൂടെ വേവാണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ കുടിക്കും. പിന്നെ നിങ്ങൾ ചോദിച്ചു എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്, കാരണം ഇങ്ങനെ കുടിച്ചില്ലെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക്ക് പോകും. അപ്പം അമ്മ ബലിയൊക്കെ ഇടിച്ച് വന്നിട്ടുണ്ട്. അവിടെ ലോട്ട് ഓഫ് പ്രാവ് ഉണ്ടായിരുന്നു. ആ പ്രാവിനെ ഞാൻ ഓടിക്കാൻ പോയി. അത് ഓടിയില്ല, ഞാൻ ഓടിയതുള്ളൂ. പിന്നെ അമ്മ കുറച്ച് ഫാഡാണ്, ബിക്കോസ് അമ്മയുടെ അച്ഛനല്ലേ. അപ്പോൾ അവിടെ ഒരുപാട് ബലികർമ്മങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ഇലകൾ ആറ്റിക്കൂടി ഒഴുകി നടക്കേണ്ടി. പിന്നെ എൻ്റെ കുറേ പ്രകസനായിരുന്നു. അവിടെ കിടന്ന് ഫോട്ടോ എടുപ്പ്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഇതെൻ്റെ പുതിയ ചുരിദാറാണ്, കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുത്ത് നേരെ കാപ്പി കുടിക്കാനാണ് പോയത്. എനിക്ക് വിശക്കാൻ തുടങ്ങി. ദോശയും കടലക്കറിയും വടയുമായിരുന്നു. അപ്പോൾ നല്ലൊരു ഹോട്ടലാണ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. ഞാൻ പ്രതീക്ഷിച്ചില്ല ഗേസ്, എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റുള്ള കടലക്കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എവിടെ പോയാലും എനിക്ക് ആരെങ്കിലും വാരിത്തരുന്നതും ഇഷ്ടമാണ്. എനിക്ക് അമ്മ വാരിത്തരും ഗേസ്. കൊച്ചു പിള്ളേരുടെ മനസ്സാണ്. അപ്പോൾ ഈ ഹോട്ടൽ തിരുവല്ലം പരശുരാമ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്.